Hi friends. നമുക്കിന്ന് ടി വി എസിന്റെ ഏറ്റവും സെല്ലിംഗ് ആയ രണ്ട് പ്രോഡക്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് ടി വി എസിന്റെ ഏറ്റവും സെല്ലിംഗ് ആയ ജൂപ്പിറ്റർ 110ഉം അതേപോലെ തന്നെ 2017 തൊട്ട് ടി വി എസിനെ കേരളത്തിൽ പിടിച്ചു നിർത്തുന്ന എൻഡോർക്ക് എന്ന പ്രോഡക്റ്റിന്റെ റിവ്യൂ ചെയ്യാം. രണ്ടിന്റെ ഒരു കമ്പാരിസൺ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാം. ആദ്യമായി നോക്കാൻ പോകുന്നത് ടി വി എസിന്റെ 2017 തൊട്ട് ഏറ്റവും പ്രീമിയം ആയിട്ട് സെല് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയ എൻഡോർക്കിന്റെയാണ്. എൻഡോർക്ക് റേസ് സെക്ഷൻ എന്ന മോഡലും ആണ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് 12 ഇഞ്ചിന്റെ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീല്, അതേപോലെ തന്നെ 12 ഇഞ്ച് ടയേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഓട്ടോപെഡൽ ഡിസ്ക് ബ്രേക്ക് ആണ് കമ്പനി ഇതിന്റെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് മേപ്പോട്ട് ടെലിസ്കോപ്പ് സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിംഗ്നൈസ് ബ്രേക്കിംഗ് ടെക്നോളജിയാണ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വൈഡ് ആയിട്ടുള്ള ഒരു മഡ് ഗാർഡാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ. ഇതേ ഇത് നമ്മുടെ എൻഡോർക്കിന് ജൂപ്പിറ്ററിലോട്ട് വരുമ്പോഴത്തേക്കും സെയിം ആയിട്ടും ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഒരു 12 ഇഞ്ച് ടയേഴ്സ് ആണ്. 12 ഇഞ്ച് സെയിം ടയേഴ്സ്, രണ്ടിനും കൊടുത്തേക്കുന്നത് സെയിം ടയേഴ്സ് ആണ്. ടയറിന്റെ ഡിസൈൻ പാറ്റേൺ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതേപോലെ തന്നെ ഓട്ടോപെഡൽ ഡിസ്ക് ബ്രേക്ക് ജൂപ്പിറ്ററിനകത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മേൽപോട്ട് നോക്കുമ്പോൾ ടെലിസ്കോപ്പ് സസ്പെൻഷൻ, സെയിം ടെലിസ്കോപ്പ് സസ്പെൻഷനും അതേപോലെ തന്നെ സിംഗ്നൈസ് ബ്രേക്ക് ടെക്നോളജി ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ അകത്ത് ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രണ്ട് മൽഗാർഡ് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ബോൾഡ് ആയിട്ടുള്ള ഒന്നുകൂടെ ഉരുണ്ട മൽഗാർഡ്. പക്ഷേ ആ മൽഗാർഡ് മെറ്റൽ പീസ് ആണ് വരുന്നത്. ജൂപ്പിറ്ററിനകത്ത് വരുമ്പോൾ മെറ്റൽ പീസ് ആണ് വരുന്നത്. എൻഡോർക്ക് നമ്മൾ നോക്കിയപ്പോൾ ഫൈബർ ആയിരുന്ന സമയത്ത് ജൂപ്പിറ്ററിനകത്ത് മെറ്റൽ മൽഗാർഡാണ് വരുന്നത്. എൻഡോർക്കിന്റെ മേപ്പോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നാല് LED ബൾബോട് കൂടി ഒരു ഹെഡ്ലൈറ്റ്, വൈഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് കാണുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ട്യൂബുലർ DRL കൊടുത്തേക്കുന്നു. അത് എൻഡോർക്കിന്റെ ഡിസൈൻ തന്നെ ട്യൂബുലർ DRL കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേപ്പോട്ട് നോക്കുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് കളറിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ ആണ് വരുന്നത്. ദെൻ അതിന് മേപ്പോട്ട് വരുമ്പോൾ സ്പോർട്ടി വൈസർ വരുന്നുണ്ട്, ബ്ലാക്ക് സ്പോർട്ടി വൈസർ വരുന്നുണ്ട്. നമുക്ക് നല്ല സ്പോർട്സ് ബൈക്കിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു മിറർ ആണ് അതിനകത്ത് വരുന്നത്. ക്ലിയർ ലൈൻസ് ഇൻഡിക്കേറ്ററും ആ കാര്യങ്ങളും. അതുപോലെ സെന്ററിൽ തന്നെ നമ്മുടെ ടി വി എസിന്റെ ലോഗോ വന്നിട്ടുണ്ട്. സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് എൻഡോർക്ക് എന്നുള്ള 3D ബാഡ്ജിങ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു ഹെവി ഫീലിംഗ് ആണ് നമുക്ക് എൻഡോർക്കിന് കിട്ടുന്നത്. ജൂപ്പിറ്ററിനകത്ത് പുതിയ അതായത് ഇൻഫിനിറ്റി ലാമ്പ് എന്ന് പറഞ്ഞൊരു ഇതാണ് ടി വി എസിന്റെ അകത്ത്. ഇൻഫിനിറ്റി അതായത് ഫ്രണ്ടിന്റെ ഒരു എൻഡ് തുടങ്ങി അടുത്ത എൻഡ് തീരുന്ന രീതിയിലുള്ള ഇൻഫിനിറ്റി ലാമ്പ്. ഒരു പിയാനോ ബ്ലാക്കിന്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നു. അതിൻ്റെ അകത്ത് തന്നെ ടി വി എസിന്റെ ഐഗോ അസ്ട്രൽ എന്നുള്ള അതിന്റെ ഒരു ബാഡ്ജ് കൂടെ കൊടുത്തേക്കുന്നു. ഒരു മേലോട്ട് വരുമ്പോഴത്തേക്കും ക്ലിയർ ലെൻസോട് കൂടിയ LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. സ്പോർട്ടി വൈസർ, വൈഡ് ആയിട്ടുള്ള സ്പോർട്ടി വൈസർ. നമ്മൾ പറഞ്ഞ LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. വൈഡ് ആയിട്ടുള്ള LED, 4 LED ബൾബ് വരുന്ന വൈഡ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് വരും. അതായത് നമ്മുടെ എൻഡോർക്കിന്റെ അകത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ സ്പോർട്ടി വൈസർ ആണെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു ഫ്രണ്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വൈസർ ആണ്. അത് പിയാനോ ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മുടെ ടി വി എസ് നമ്മുടെ എൻഡോർക്ക് നോക്കിയപ്പോൾ അതിന് ടി വി എസ് എന്നുള്ള നെയിം ആണ് ബാഡ്ജിൽ കൊടുത്തെങ്കിൽ ഇതിന്റെ അകത്ത് എംബ്ലമാണ്, ടി വി എസിന്റെ കുതിരയുടെ എംബ്ലമാണ്, 3D എംബ്ലമാണ് ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ രണ്ടിന്റെയും കൊടുത്തിട്ടുണ്ട്. ടി വി എസിന്റെ കണക്ടിവിറ്റി, സ്മാർട്ട് കണക്ടിവിറ്റി ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ആ പിയാനോ ബ്ലാക്ക് കണ്ടിന്യൂറ്റി വണ്ടിയുടെ എൻഡ് വരെ വരുന്നുണ്ട്. അതൊരു ക്യൂട്ട്നെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇത് ജൂപ്പിറ്റർ എന്ന് പറയുന്ന മോഡൽ വരുമ്പോഴത്തേക്ക് ഒരു ക്യൂട്ടായിട്ട് മോഡലും മറ്റേതായിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഹെവി ഫീൽ ചെയ്യുന്ന ഒരു വലിയൊരു ബൈക്ക് എന്നുള്ള ഫീൽ ചെയ്യുന്ന ഒരു മോഡലാണ് എൻഡോർക്ക് വരുന്നത്. നമുക്ക് വൈസറിന് അകത്തോട്ട് എൻഡോർക്കിലോട്ട് കയറുമ്പോഴത്തേക്ക് ഫ്രണ്ടിലൂടെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു 3 ഇഞ്ചിന്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് കാണാൻ പറ്റുന്നത്. 3 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ. അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ തന്നെ വണ്ടിയെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിലും ഈ ഡിസ്പ്ലേക്ക് അത് കാണാൻ പറ്റും. ദെൻ അതിൻ്റെ തൊട്ട് താഴെ ഒരു 125 എന്നുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. സൈഡിലോട്ട് നോക്കിയാൽ എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, 4 ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓൺ, അതേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് വരുന്നുണ്ട്. ഇതിപ്പുറത്ത് നോക്കിയാൽ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ടേൺ ഇൻഡിക്കേറ്ററിന്റെ ഹോണിന്റെ സ്വിച്ച് വരുന്നുണ്ട്. ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഹാൻഡിങ് ആണ് കൊടുത്തേക്കുന്നത്. റൈഡിങ്ങിനായാലും എല്ലാത്തിനും ഒരു കംഫോർട്ട് കിട്ടുന്ന രീതിയിൽ, റൈഡർക്ക് കംഫോർട്ട് കിട്ടുന്ന രീതിയിലാണ് പൊസിഷൻ തന്നെ കൊടുത്തേക്കുന്നത്. ഹാൻഡിന്റെ പൊസിഷൻ ആയാലും എല്ലായാലും റൈഡർക്ക് കംഫോർട്ട്, അതായത് പവർഫുൾ വണ്ടി ഓടിക്കുമ്പോൾ ആ റൈഡർക്ക് കിട്ടുന്ന ഫീലിംഗ്, ഇത് സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന രീതിയിലുള്ള ഫീലിംഗ് ആണ് നമുക്ക് എൻഡോർക്ക് കിട്ടുന്നത്. എൻഡോർക്കിനകത്ത് ആ വണ്ടിയുടെ പവറിന്റെ ബേസ് ചെയ്തുള്ള പൊസിഷനിങ്ങും അതേ രീതിയിലുള്ള ഹാൻഡിലിംഗ് ആണ് ഇതിന്റെ അറേഞ്ച് ചെയ്തേക്കുന്നത്.
അവിടെ നിന്ന് തൊട്ട് താഴോട്ട് നോക്കുമ്പോൾ നമുക്കൊരു 365 mm ഒരു ലെഗ് സ്പേസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. 350 mm ലെഗ് സ്പേസ്. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു 3 kg ഹാങ് ചെയ്യാനുള്ള ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 kg ഹാങ്ങിങ് ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അണ്ടർ സീറ്റ് ഹുക്കും ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മേപ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു വൈഡ് ആയിട്ടുള്ള സീറ്റാണ്. വൈഡായിട്ട് 2 പേർക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന സീറ്റ്. അത് ഡുവൽ സീറ്റ് ഹൈദരാബാദ് സീറ്റാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻഡോർക്കിൽ നിന്ന് ജൂപ്പിറ്ററിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ 3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേയുടെ വലിപ്പം കുറച്ച് ചെറുതാണ്. ചെറിയൊരു ഫുള്ളി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയുള്ള ഡിസ്പ്ലേ ആണ്. നാവിഗേഷനും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നത്. നാവിഗേഷന് കോൾ അലേർട്ട്, മിസ് കോൾ അലേർട്ട്, SMS അലേർട്ട്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. ഇതൊരു മറ്റേതിൻ്റെ അത്രയും വലുപ്പമില്ലാത്ത ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനുശേഷം മറ്റേതിനേക്കാളും ഒന്നുകൂടെ ക്ലാരിറ്റി, അതായത് അതിൻ്റെ അത് യൂസ് ചെയ്ത ലൈറ്റ് ആയാലും ഒരു വൈറ്റ് ലൈറ്റിൽ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ വിസിബിലിറ്റി ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഇതിൻ്റെ നോക്കുമ്പോൾ ഇത് ഒന്നുകൂടെ ഒതുങ്ങി, അതായത് മറ്റേ കുറച്ച് വലുപ്പം ഫീൽ ചെയ്യുന്ന സമയത്ത് ഇത് ഒന്നുകൂടെ ഒതുങ്ങി. ഇതിൻ്റെ അകത്താണെങ്കിൽ ഇന്റലിഗോയുടെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, വോയിസസിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ചിൽ തന്നെ വോയിസസിന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ഡിമാൻഡ് ലൈറ്റ് സ്വിച്ച്, ടേൺ ഇൻഡിക്കേറ്റർ, ഹോൺ സ്വിച്ച്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ നമ്മൾ മറ്റേതിനെ നോക്കില്ല, മറ്റേതൊരു ഹെവി വണ്ടി ഓടിക്കുന്ന റൈഡിംഗ് പൊസിഷൻ ആണെങ്കിൽ ഇതൊരു ഈസി ആയിട്ട്, അതായത് ഫാമിലിക്ക് എല്ലാവർക്കും ലേഡീസിന് ഉൾപ്പെടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്, റൈഡിംഗ് പൊസിഷൻ. മറ്റേതിനകത്ത് നമ്മൾ സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പൊസിഷനാണ് ഇത്. നമുക്കൊരു ഈസി സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡിംഗ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേതിനേക്കാളും ലെഗ് സ്പേസ് ഇതിനകത്ത് കൂടുതലുണ്ട്. ഏകദേശം 390ഓളം ലെഗ് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റേതിനകത്ത് 365 വരുന്ന സമയത്ത് ഇതിൻ്റെ 390 ലെഗ് സ്പേസ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ കാല് വെക്കാവുന്ന രീതിയിൽ, ഇപ്പം വലുപ്പമുള്ള ഒരാൾക്ക് പോലും ഈസി ആയിട്ട് കാല് വെക്കാവുന്ന രീതിയിലുള്ള ലെഗ് സ്പേസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ താപ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ഒരു മൊബൈൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. ഇൻബിൽറ്റ് മൊബൈൽ ചാർജ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻബിൽറ്റ് മൊബൈൽ ചാർജ്. അതിന്റെ തൊട്ട് താഴെ ഒരു 2 ലിറ്ററിന്റെ ഗ്ലോ ബോക്സ്, നമുക്ക് സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 ലിറ്ററിന്റെ ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. 3 kg ഹാങ്ങിങ് ഹുക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് മറ്റേതിനകത്തില്ലാത്ത ഒരു എക്സ്റ്റേണൽ, അതായത് ഫ്രണ്ടിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് ഇത് ജൂപ്പിറ്ററിനകത്ത് വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിലാണ് ഫ്യൂവൽ ഫില്ല് ചെയ്ത്. അതിന്റെ ഫ്യൂവൽ ഫില്ലിംഗ് നോബ്സിന്റെ അടപ്പ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു 390ന്റെ ഒരു ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് അണ്ടർ സീറ്റിൽ ഹുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. മറ്റേ നമ്മൾ അണ്ടർ സീറ്റ് ഹുക്ക് ഉണ്ട് പ്രൊവൈഡ് ചെയ്തില്ല. പക്ഷേ സീറ്റിന്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് ടോട്ടലി ചേഞ്ച് ആണ്. ഡുവൽ കളർ സീറ്റാണ് വരുന്നത്. അതായത് ബ്ലാക്കിന്റെ ഒരു ഗ്രേയുടെ കോമ്പിനേഷനോടെ സീറ്റാണ്. പക്ഷേ സീറ്റ് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ വൈഡ് ആയിട്ടുള്ള ഒരു വലിയൊരു സീറ്റ്, അതായത് 2 പേർക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വൈഡ് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. മറ്റേതിനകത്ത് നോക്കുമ്പോൾ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ലെങ്തി ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ് വരുന്നത്. സീറ്റ് നമുക്ക് ഓൾറെഡി ബാക്കിലാണ് തുറക്കുന്നത്. എൻഡോർക്കിന്റെ സീറ്റ് ബാക്കിൽ തുറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊരു 22 ലിറ്ററിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 22 ലിറ്ററിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ്. നമ്മൾ മറ്റേതിൻ്റെ അകത്ത് മൊബൈൽ ചാർജ് ഇൻബിൽറ്റ് ഫ്രണ്ടിൽ കണ്ടപ്പോൾ, ജൂപ്പിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ഫ്രണ്ടിൽ കണ്ടപ്പോൾ ഇതിന്റെ മൊബൈൽ ചാർജ് എൻ്റെ സീറ്റിന് അണ്ടർ സീറ്റിന് അടിയിലാണ് മൊബൈൽ ചാർജ് കൊടുത്തേക്കുന്നത്. പിന്നെ സീറ്റിന്റെ അകത്ത് 22 ലിറ്ററിന്റെ കപ്പാസിറ്റി ആണ് വരുന്നത്. അവിടെ നിന്ന് ബാക്കോട്ട് വരുമ്പോൾ സ്പോർട്ടി ഗ്രാഫ് റെയിൽ വരുന്നുണ്ട്. അതായത് രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു സ്പോർട്ടി ഗ്രാഫ് റെയിൽ വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു കുറച്ചുകൂടെ ബാക്കോട്ട് വരുമ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു ബാക്ക് എൻഡാണ് വരുന്നത്. അതിനുശേഷം ബാക്കോട്ട് വരുമ്പോൾ നമുക്ക് ക്ലിയർ ലെൻസോടുകൂടി നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ രീതിയിൽ തന്നെയുള്ള ക്ലിയർ ലെൻസോടുകൂടി ഒരു LED ടെയിൽ ലാമ്പാണ് വരുന്നത്. തൊട്ട് താഴെ നമുക്ക് വരുമ്പോഴത്തേക്ക് ക്ലിയർ ലെൻസോടുകൂടിയ ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. റിഫ്ലക്ടർ ഉൾപ്പെടെയുള്ള ഇൻഡിക്കേറ്റേഴ്സും ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു ഷാർപ്പ്, ഞാൻ പറഞ്ഞില്ല, വണ്ടിയുടെ ഒരു ഷാർപ്നെസ് ഇതിന്റെ ബാക്കിലെ മൾഗാർഡ് വരെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഒരു ഷാർപ്പായിട്ടുള്ള മൾഗാർഡാണ് ഇതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ സീറ്റ് തുറക്കുന്നത് ബാക്കിലാണെങ്കിൽ ഇതിന്റെ സീറ്റ് തുറക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ സീറ്റ് തുറക്കുന്നത്. സീറ്റ് തുറന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2 ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലാതെ 33 ലിറ്റർ അണ്ടർ സ്റ്റോറേജ്, ഒരു വൈഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. മറ്റേ 22 ലിറ്റർ കിട്ടിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം 11 ലിറ്ററോട് അധികം വന്ന് 33 ലിറ്ററിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ബാക്കില് നമുക്ക് മറ്റേതിൻ്റെ അകത്ത് സ്പോർട്ടി ഗ്രാഫ് റെയിൽ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് പിയാനോ ബ്രാക്കോട് കൂടിയ ഒരു ഗ്രാഫ് റെയിലാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് ബാക്കോട്ട് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ബാക്കിലും നമുക്കൊരു പിയാനോ ബ്ലാക്ക് കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫിനിറ്റി ലാമ്പിന്റെ കണ്ടിന്യൂറ്റി ബാക്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബാക്കിലും ഇൻഫിനിറ്റി ലാമ്പിന്റെ ഒരു കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അതിന്റെ ബാക്കിൽ ടെയിൽ ലാമ്പ് ഇൻഫിനിറ്റി ലാമ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള ബാക്ക് ഡിസൈൻ ആണ്. മറ്റേ ഷാർപ്പായിട്ടുള്ളതാണ്, ഇതൊരു ക്യൂട്ടായിട്ടുള്ള ബാക്ക് ഡിസൈൻ ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്.
നമുക്ക് എൻഡോർക്കിനകത്ത് നോക്കുമ്പോഴത്തേക്ക് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ഗ്യാസ് ഫിൽഡ് സസ്പെൻഷൻ ആണ് വരുന്നത്. അതിന്റെ നേരെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു 12 ഇഞ്ചിന് തന്നെ വലിയ ബഡ്ജായിട്ടുള്ള വലിപ്പം കൂടിയ ഒരു ടയേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് വണ്ടിക്ക് ഓൾറെഡി ഒരു ഗ്രിപ്നെസ്സും കാര്യങ്ങളെല്ലാം ചെയ്യും. അതേ സമയത്ത് നമുക്ക് ജൂപ്പിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് ജൂപ്പിൻ്റെ അകത്ത് ഒന്നുകൂടെ നോക്കുമ്പോൾ ഇതിന് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് ടയർ നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ രീതിയിലുള്ള ഒരു ടയറാണ് ഇതിന് വരുന്നത്. കാരണം ബഡ്ജായിട്ടില്ല, നോർമൽ 12 ഇഞ്ചിന് നോർമൽ ടയേഴ്സ് ആണ് വരുന്നത്. നമ്മളത് പറഞ്ഞല്ലോ, ഇത് ഓൾറെഡി 105 cc ആണ് എൻഡോർക്ക് വരുന്നതെങ്കിൽ 110 cc ആണ് വരുന്നത്. ഇപ്പൊ പവർഫുൾ ആയ വണ്ടി വന്നപ്പോഴത്തേക്ക് അതിനൊരു ബ്രേക്കിംഗ് ആക്യുറസിക്ക് വേണ്ടി വലിയൊരു ടയേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എൻഡോർക്കിന്റെ മഫ്ലർ നോക്കുമ്പോൾ ഒരു സ്പോർട്ടി മഫ്ലർ ആണ്. അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു മെറ്റലിന്റെ ഗാർഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ക്രോമിന്റെ ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഒരു വണ്ടിക്ക് ഒരു ഹെവി ഫീൽ, അതിന്റെ സൗണ്ട് തന്നെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ സൗണ്ട് ഒരു നല്ലൊരു ബീറ്റ് സൗണ്ട് ആണ് അതിന്റെ കേൾക്കുന്നത്. നല്ലൊരു അതായത് സ്പോർട്സ് ബൈക്ക് യൂസ് ചെയ്യുമ്പോൾ സ്പോർട്സ് ബൈക്കിന്റെ സൗണ്ട് ഏത് രീതിയിലാണ് ആ സൗണ്ടാണ് നമുക്കത്. അതേ സമയത്ത് നമ്മൾ ജൂപ്പിറ്റർ നോക്കുമ്പോഴത്തേക്ക് നോർമൽ ഒരു സൈലൻസർ ആണ് വരുന്നത്. നോർമൽ സൈലൻസർ അതിൻ്റെ അകത്തൊരു സിൽവർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. നോർമൽ സൈലൻസർ ആണ് വന്നേക്കുന്നത്, സിൽവർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ സൗണ്ട് നോക്കുമ്പോൾ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട്, അതായത് വലിയ ബീറ്റ് സൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു സൈലന്റ് ആയിട്ടുള്ള സൗണ്ടാണ് ഇതിൻ്റെ അകത്ത് കേൾക്കുന്നത്. നമ്മൾ പെർഫോമൻസ് ഓറിയന്റഡ് വണ്ടിയാണ് നോക്കുന്നെങ്കിൽ 100% നമുക്ക് എൻഡോർക്ക് സെലക്ട് ചെയ്യാം. കാരണം വെച്ചാൽ പെർഫോമൻസും സ്റ്റൈലും പുള്ളിങ്ങും പവറും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ എൻഡോർക്കാണ് ഏറ്റവും പെർഫെക്റ്റ്. കാരണം 105 cc ആണ് എഞ്ചിൻ വരുന്നത്. 105 cc എഞ്ചിൻ വരുന്നുണ്ട്. 124.85 ആണ് അതിന്റെ പവർ വരുന്നത്. 105 cc എഞ്ചിനാണ് വരുന്നത്. 3 സിലിണ്ടർ ആണ് വരുന്നത്. 3 സിലിണ്ടറിനകത്ത് വരുന്ന പവർഫുൾ ആയ വണ്ടിയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ജൂപ്പിറ്റർ നോക്കുമ്പോൾ 113 cc ആണ് വരുന്നത്. 113 cc-ക്കകത്ത് പെർഫോമൻസും ഉണ്ട്, മൈലേജും ഉണ്ട്. പെർഫോമൻസും ക്യൂട്ട്നെസ്സും അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൈലസും ഉള്ള ഏറ്റവും കൂടുതൽ ന്യൂ ഡിസൈൻ ആയിട്ട് വന്നേക്കുന്ന ഒരു വണ്ടിയാണ് ജൂപ്പിറ്റർ. പക്ഷെ എൻഡോർക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് RTF റേസ് ട്യൂൺഡ് ടെക്നോളജിയാണ് സ്പോർട്സ് ബൈക്കിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന RTFI എന്ന് പറഞ്ഞ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വണ്ടിക്ക് സഡൻ പിക്കപ്പ് ഭയങ്കരമായിരിക്കും. 0 to 80 ഒക്കെ ആണെങ്കിൽ സഡൻ പിക്കപ്പ് ഭയങ്കരമായിരിക്കും. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. കൈ കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി പെട്ടെന്ന് നമ്മൾ പറയത്തില്ലേ മനസ്സിനൊത്ത് സഞ്ചരിക്കുക എന്ന് പറയുന്നത്, ആ രീതിയിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി എൻഡോർക്ക് ആയിരിക്കും. റൈഡർ കംഫോർട്ട് ആയാലും പെർഫോമൻസ് ആയാലും എൻഡോർക്ക് ആയിരിക്കും. കാരണം വെച്ചാൽ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ബൈക്കിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് എൻഡോർക്ക് ഓടിക്കുമ്പോൾ കിട്ടും. എൻഡോർക്കിന് പക്ഷേ കമ്പനി പറയുന്ന മൈലേജ് 50 കിലോമീറ്റർ ആണ്. നമുക്ക് പെർഫോമൻസിനനുസരിച്ച് മൈലേജിനകത്ത് വേരി ഉണ്ടാവും. പക്ഷെ നമ്മൾ ജൂപ്പിറ്റർ നോക്കുകയാണെങ്കിൽ ജൂപ്പിറ്റിൻ്റെ അകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഫോളോ മീ ലാമ്പ് ആയാലും ഓട്ടോ കട്ട് ഓഫ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും അങ്ങനെയുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐഗോ എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഐഗോ എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് നമുക്ക് ഒരു 60 സെക്കൻഡ് നേരത്തേക്ക് ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐഗോ എന്ന് പറഞ്ഞ ടെക്നോളജി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്റലിഗോ എന്ന് പറഞ്ഞ ടെക്നോളജി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റലിഗോ എന്ന് ടെക്നോളജി നമുക്ക് വണ്ടി ഒരു 20 സെക്കൻഡ് ഐഡിലായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് എഞ്ചിൻ കട്ട് ഓഫ് ആവുന്ന രീതിയിലുള്ള ടെക്നോളജി, ഫ്യൂൽ സേവിംഗ് കാർഡ്. അതായത് ജൂപ്പിറ്റർ കമ്പനി എപ്പോഴും ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു മൈലേജ്, അതായത് 65 to 70 മൈലേജിന്റെയാണ് ജൂപ്പിറ്ററിനകത്ത് ഫോക്കസ് ചെയ്തേക്കുന്നത്. കമ്പനി ഫോക്കസ് ചെയ്തേക്കുന്നത് ഇതൊരു ഫാമിലി സ്കൂട്ടർ ആയിട്ടാണ് കമ്പനി ഫോക്കസ് ചെയ്തേക്കുന്നത്. മറ്റേത് പെർഫോം ഓറിയന്റഡ് സ്കൂട്ടർ ആയിട്ടാണ് എൻഡോർക്കിന്. ഇതിന്റെ അകത്ത് മൈലേജ് 65-70 കസ്റ്റമർ കിട്ടുന്നുണ്ട്. അതായത് കോമൺ ആയിട്ട് ലേഡീസിനായാലും ജെന്റ്സിനായാലും എല്ലാവർക്കും യൂസ് ചെയ്ത് ഫാമിലി സ്കൂട്ടർ എന്നുള്ള കൺസെപ്റ്റിലാണ് ജൂപ്പിറ്റിനെ അവർ ഇൻട്രൊഡ്യൂസ്. പക്ഷേ പെർഫോമൻസ് സ്കൂട്ടർ എന്നാണ് എൻഡോർക്കിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ വാറന്റി നോക്കുവാണെങ്കിൽ രണ്ടിനും 5 ഇയർ വാറന്റിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 5 ഇയർ അല്ലെ 50,000 വാറന്റിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. രണ്ടിനും എക്സ്റ്റേണൽ വാറന്റി അല്ല, ഇൻബിൽറ്റ് വാറന്റി തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും 5 ഇയർ 50,000 വാറന്റി പീരീഡ് ഇവർ ഇതിൻ്റെ അകത്ത് രണ്ടിനും ആഡ് ചെയ്തു. ഇതിന്റെ ഒരു ഫൈനൽ റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ 2 വണ്ടി ഓടിച്ചതിൻ്റെ അകത്ത് അല്ലെന്നുള്ള 2 വണ്ടി യൂസ് ചെയ്തതിൻ്റെ അകത്തുള്ള ഒരു ഫൈനൽ റിവ്യൂ എന്ന് പറയുന്നത്, നമുക്ക് പെർഫോമൻസും മൈലേജും ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 100% നമുക്ക് ജൂപ്പിറ്റർ വണ്ടർ പ്രിഫർ ചെയ്യാം. കാരണം വെച്ചാൽ മൈലേജ് 65-70 ഓൾമോസ്റ്റ് കസ്റ്റമറുടെ 4-5 കസ്റ്റമർക്ക് സംസാരിച്ച രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് എല്ലാവർക്കും 65 to 70 ഇടയിൽ മൈലേജ് ആവറേജ് കിട്ടുന്നുണ്ടെന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ പെട്രോളിന്റെ കോസ്റ്റ് വെച്ച് മൈലേജ് എന്നുള്ള ഒരു കൺസേൺ നോക്കുമ്പോൾ 100%
ന്യൂ ഫീച്ചേഴ്സോടും ന്യൂ ഫെസിലിറ്റിയോടും കൂടി വന്ന നമുക്ക് 100% മെറ്റൽ ബോഡിയോട് കൂടിയുള്ള ജൂപ്പിറ്റർ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. പവർ ആയാലും 113 cc ഉണ്ട്, മൈലേജിന്റെ ആയാലും. എന്നാൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന, മനസ്സിനൊത്ത് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, യുവത്വത്തിന് അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും യങ് ആയിരിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പെർഫോമൻസ് ഓറിയന്റഡ് RTF അതായത് റേസ് ട്യൂൺഡ് ടെക്നോളജിയോട് കൂടിയ എൻഡോർക്ക് പ്രിഫർ ചെയ്യാം. മനസ്സിനൊത്ത് യാത്ര ചെയ്യുന്നവർക്ക് പെർഫോമൻസ് ഓറിയന്റഡ്, കൈ കൊടുക്കുമ്പോൾ വണ്ടി കയറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെർഫോമൻസ് ഓറിയന്റഡ്, മൈലേജിനെ കുറിച്ച് ചിന്തിക്കാത്തവർക്ക് അവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എൻഡോർക്ക്. കാരണം വെച്ചാൽ പെർഫോമൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബോൾഡ്നെസ്സും പെർഫോമൻസും ഹൈലൈറ്റ് ആയി പറയുന്നത് 100% എൻഡോർക്കാണ്. അതുകൊണ്ടാണല്ലോ 2017 തൊട്ട് TVS എൻഡോർക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് നോക്കുമ്പോഴത്തേക്ക് മൈലേജ് കൺസൾട്ട് ചെയ്യുന്നവർക്ക് ജൂപ്പിറ്ററും പെർഫോമൻസ് ചിന്തിക്കുന്നവർക്ക് എൻഡോർക്കും, ഇത് രണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ്.